അച്ഛൻ ഇവിടെ എന്തെങ്കിലും കിടപ്പുണ്ടോ? ഇല്ല, എനിക്കൊന്നും കാണിക്കുന്നില്ലല്ലോ. കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ എടുത്ത് ഞാൻ ഇല്ലടാ, ആരും എടുത്തടാ അത്. അച്ഛനെ ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. മച്ചാനെ എടുത്തെങ്കിൽ സാധനം താഴെ വെക്കണ്ടാണോ മച്ചാനെ? ഇല്ല, ഞാൻ എടുത്തിട്ടില്ല, സത്യം എടുത്തിട്ടില്ല. മച്ചാൻ കൈവക്ക് 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 പിന്നെ കൈവക്ക് മച്ചാനെ. തോക്ക് ചൂണ്ടിയാലേ ഞാൻ കൈവക്കത്തുള്ളൂ. മച്ചാനെ ഇത് എടുക്കാൻ വേണ്ടിയാണ്. ഒരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഒരാള് തോക്ക് ചൂണ്ടിട്ട് ആ തരാം 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 തരാം. ആരുടെ ഐഡിയിലോട്ട് വരണ്ടേ? ഇവനിട്ട് ഇവനിട്ട് അവനിട്ട് അവനിട്ട് ഗീവ്. പിസ്റ്റൾ അല്ല ബ്രോ തന്നത്, പിസ്റ്റൾ അല്ല. എങ്കി എന്റെ പിസ്റ്റൾ തിരിച്ചാ, മച്ചാനെ എങ്കി എന്റെ പിസ്റ്റൾ തിരിച്ചാ. മച്ചാൻ 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 എയർ കൊടുക്കും. മച്ചാൻ എയർ എടുത്ത് എടുത്ത് കൊടുക്കും. ഇതല്ല എന്റെ പിസ്റ്റല്, ഇതല്ല, വെറുതെ കളിക്കല്ലേ ബ്രോ. ഇതല്ല എന്റെ പിസ്റ്റല്, എയർ എടുത്തെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കും. ഇതല്ല എന്റെ പിസ്റ്റല്. ബ്രോന്റെ കയ്യിൽ ഇരിക്കണതാ, മര്യാദക്ക് തന്നെ. അന്നേരം ഞാൻ എയർ തിരിച്ചതാ. ആ എയർ പിസ്റ്റല് തന്നല്ലേ എയർ തരത്തുള്ളൂ. ഞാനിപ്പോ തന്നെ പിസ്റ്റല് തിരിച്ചാ. ഇല്ല, എയർ തന്നെങ്കിൽ പിസ്റ്റല് തിരിച്ചെന്നു. ബ്രോ ഞാൻ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് ബ്രോ രണ്ടുപേരെ എയിം ചെയ്യണം. യു നോ ദാറ്റ്. ബ്രോ എന്റെ എയർ ഇരിക്കണം, ബ്രോന്റെ പിസ്റ്റലും അത് മനസ്സിലാക്ക്. ഞാൻ തര 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 അടിക്കല്ലേ 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 തര 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 അയ്യോ ആ ഓക്കെ. പിയർ മര്യാദക്ക് ഏറെ തന്നു, മര്യാദക്ക് ഏറെ തന്നു. വണ്ടിയിൽ വെച്ചായിരുന്നു. വേണ്ട വേണ്ട വണ്ടി കയറണ്ട വണ്ടി കയറണ്ട വണ്ടി കയറണ്ട. അല്ലല്ല നിനക്ക് വണ്ടി നോക്കട്ടെ നോക്കട്ടെ. വണ്ടിയിൽ കിട്ടിയില്ല ബ്രോ, ഞാൻ കൊല്ലുന്ന് പറഞ്ഞാൽ കൊല്ലും. ഓക്കെ ഓക്കെ. എവിടെ വെച്ചില്ലല്ലോ? വെച്ചല്ലോ വണ്ടിക്കകത്തില്ല വെച്ചല്ലോ വെച്ച് വണ്ടിയിൽ വെച്ച് മണ്ടന്മാര്. ഗണ്ണ് തരാ ഗണ്ണ് തരാ ഗണ്ണ് തരാ തരാമെന്നതാണ് 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 തരാമെന്നതാണ്. ഐഡി പറയും. കിട്ടിയില്ലേ? എടാ എനിക്കാടാ എനിക്കാടാ എനിക്ക് ഓക്കെ. ഒരു ഷൊണ്ണേ മൊണ്ണേന്ന് പറഞ്ഞതിന് എങ്ങനെ ഇരിക്കുന്നു ഇവന്മാര് തെളിയിക്കും വലിയ. കിട്ടിയില്ലേ? ഞാൻ തന്നില്ലേ ഞാൻ തന്നില്ലേ. എന്തിനാ? അല്ലല്ല ബ്രോഡ് എന്ത് ആവശ്യം ഉണ്ടായിരുന്നു ബ്രോ എടുത്തോണ്ട്? ഞാൻ ചുമ്മാ കളിപ്പിച്ചല്ലേ. ഞങ്ങള് മര്യാദക്കാണോ സംസാരിച്ചത്? ആ ഞാന് തിരിച്ചു കൊണ്ടത് തന്നില്ലേ. മര്യാദക്ക് സംസാരിക്കാൻ പറ്റത്തില്ലേ? മാണിഫേർ വന്നേ. ആ ഞാൻ മര്യാദക്കല്ലേ നിനക്ക് വണ്ടി എടുത്താൻ പറ്റത്തില്ലേ? മര്യാദ നിനക്ക് മര്യാദക്ക് വണ്ടി എടുത്തില്ലേ? അവനെ കത്തിക്കടാ. മച്ചാന് മര്യാദക്ക് വണ്ടി എടുത്താ അറിഞ്ഞൂടെ? മാന് മര്യാദക്കല്ലേ ഞങ്ങള് ഇത് പറഞ്ഞേ. വണ്ടി മാറ്റിയിട്. മച്ചാന് മാന് മര്യാദക്കല്ലേ ഞങ്ങള് പറഞ്ഞേ മര്യാദക്ക് വണ്ടി നിർത്താന്. ഒരാവശ്യം ഇല്ലായിരുന്നല്ലോ. വണ്ടി എടുത്തോണ്ട് പോയിട്ട് റെസ്പോണ്ട് അടിച്ചു പോണേ. മച്ചാനെ റെസ്പോണ്ട് അടിച്ചു പോണേ. റെസ്പോണ്ട് അടിച്ചു പോണേ. ഇല്ല തെറി വിളിക്കരുത് തെറി വിളിക്കരുത്. നമ്മൾ ഡീസന്റ് പാവമാണ്, കുണ്ണയാണ്, അണ്ടിയാണ് എന്ന് പറഞ്ഞവർക്ക് ഓക്കെ ഇല്ലേ?
നമ്മള് സംസാരിച്ചപ്പോ അവനത് ഇഷ്ടപ്പെട്ടില്ല. ഇരുന്ന് കത്ത്. ഹലോ ഇവൻ ഞങ്ങള് കത്തിച്ചു വിട്ടത് ഒന്ന് റീസ്പോൺ ആക്കും. ഒരുത്തനെ കൊല്ലുമ്പോഴേ ചോദിച്ചിട്ട് കൊല്ലടാ കേട്ടാ. മച്ചാൻ ഞങ്ങൾ മാനുമായിട്ട് സംസാരിച്ചു ബാല. എന്ത് മാനായിട്ട് സംസാരിച്ചെന്ന് ഇവ അടിച്ച് ഇത് വെള്ളത്തിൽ അടിച്ച് ട്രക്ക് അടിച്ച് വെള്ളത്തിട്ട് ഞങ്ങള് ചോദിക്കാൻ വന്നു. വണ്ടി സംസാരിച്ചൂടെ ഒരുത്തരം അടിച്ചാൻ കൊല്ലുവാണ്. സംസാരിച്ച് ഹലോ എടാ. ഓ നിന്നെ ഇവര് അടിച്ചു വന്ന് കത്തിച്ചായിരുന്നു സ്നൈപ്പേ. നീ എന്താ ഇവരെ തോക്കെടുത്ത് എന്നിട്ട് തിരിച്ചെടുക്കാൻ പോയപ്പോ എന്താ ഞാൻ മന്ദാരത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല ബ്രോ ഇവിടെ പറ. എന്നെ എന്താ നിനക്ക് പറയാൻ പറ്റത്തില്ല? ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. മച്ചാൻ തോക്കെടുത്തിട്ട് എന്തിനാണ് വെറുതെ ആവശ്യമില്ല മച്ചാന്റെ അടുത്ത് ഞങ്ങളുടെ ഫാമിലി ഏതാന്ന് ചോദിച്ചത് ഇടയ്ക്ക് വെച്ച് മച്ചാൻ വെറുതെ വണ്ടി ഇടിച്ച് ട്രക്ക് എടുത്ത് വെള്ളത്തിൽ ചാടിച്ച് കളഞ്ഞു. ഇതായിരുന്നല്ലേ? അല്ല ഫുള്ള് നിനക്ക് ഓർമ്മയില്ല. എനിക്കാണ് ഓർമ്മയില്ലാത്തത്, നിനക്കാണ് ഓർമ്മയില്ലാത്തത്? എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഫുള്ള് പറ. ഞാൻ മച്ചാന്റെ ട്രക്ക് വന്ന ഞാൻ ആദ്യം തൊട്ട് പറയാം. ഞാൻ മച്ചാന്റെ ട്രക്ക് വന്ന് ഇടിച്ച് ഞാൻ നിർത്തിയില്ല. എന്തുകൊണ്ട് നിർത്തിയില്ല? ഞാൻ നിർത്തിയില്ല. എന്തുകൊണ്ട്? പറയട്ടെ ഞാൻ നിർത്തിയില്ല. മച്ചാൻ നല്ല രീതിക്ക് വന്ന് ബിറ്റ് ചെയ്തു. ബിറ്റ് ചെയ്തിട്ട് ഞാൻ നിർത്തി. നമ്മളിപ്പോ ഒരു വണ്ടി ബിറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വണ്ടി നമ്മൾ ചേസ് ചെയ്യും. പറയട്ടെ. പറ. ഇത് ഫുള്ളായിട്ട് പറയണം മിസ്റ്റർ. ഫുള്ളായിട്ട് പറയാം. അതല്ലേ ഞാൻ പറഞ്ഞേ. ഞാൻ മച്ചാൻ ബിറ്റ് ചെയ്തു. ഞാൻ നിർത്തിയില്ല. നിർത്തിയില്ല. എന്തുകൊണ്ട്? ഞാൻ നിർത്തിയില്ല. പറയട്ടെ. കേക്ക്. മച്ചാൻ നിർത്തിയില്ല. മച്ചാൻ വണ്ടി ഇടിച്ച് വെള്ളത്തിൽ താത്തി. എടാ നീ ഇപ്പോഴും മുഴുവനായിട്ട് പറയുന്നില്ലല്ലോ. ഇത് ഞാൻ നിർത്തിയില്ല. എനിക്ക് നിർത്താൻ പറ്റിയില്ല മച്ചാൻ. അത് കാരണം നിർത്തിയില്ല. എന്താ നിർത്താൻ പറ്റാത്തതിന് റീസൺ? ഒരു ട്രക്ക് ഇടിച്ച് നിർത്താനുള്ള ഒരു മര്യാദ ഇല്ലേ? മര്യാദ ഉണ്ട്. ഞാൻ ആരാന്ന് അറിയാം. ഞാൻ ട്രക്ക് അടിച്ച് നിർത്തിയില്ല. ഞാൻ സമ്മതിച്ചു. എന്റെ തെറ്റാ. അതപ്പോ ആ ടൈമിൽ എന്റെ അടുത്ത് അത് അവനോട് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ ബ്രോ. എന്റെ കൂടെ ഉള്ളവനൊന്ന് വിളിച്ചു ഇങ്ങോട്ട്. കൂടെയുള്ള അവനിങ്ങോട്ട് വിളി. എടാ ഇങ്ങനെ എഴുന്നേച്ച് നിക്ക്. വാ അല്ല അവൻ റെഡി. വാ റെഡി. 2 ചവിട്ട് കൊടുത്താൽ മതിയായിരുന്നു. വാ. നിങ്ങക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അടിച്ചു തന്നു. കുഴപ്പമൊന്നുമില്ല. അതല്ല ഞാൻ എന്നോട് സംസാരിക്കട്ടെ. വെയിറ്റ് ചെയ്യല്ലേ. ബാക്കി നീ പറ. ബാക്കി അത് ഞാൻ എന്ത് സംഭവിച്ചു? ബാക്കി എന്ത് സംഭവിച്ചു? നീ ബാക്കി പറ. ബാക്കി എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞ് ഞാൻ നിന്നെ ഇടിച്ച് വെള്ളത്തിലിട്ടു. മച്ചാ ഇടിച്ച് ഒന്ന് കത്തിച്ച് വണ്ടി ഇടിച്ച് താഴെ ഇട്ട്. വണ്ടി ഇടിച്ച് താഴെ ഇട്ടു. ഓക്കെ. വെള്ളത്തിലിട്ടു. അപ്പൊ മറ്റന്നെ വല്ലതും പറ്റിയോ? മറ്റവരൊന്നും പറ്റിയില്ല. എന്റെ വണ്ടിയിൽ ഇടിച്ച് താഴെ. ഞാൻ ചത്തുപോയില്ല. വെള്ളത്തിൽ കിടന്നത് ചത്തുപോയി. അപ്പൊ ഈ പുള്ളിക്കാരൻ എങ്ങനെ വന്നു? അവൻ എന്നെ ഇടിച്ച് താഴെ. ഞാൻ പിങ്ങിട്ടുണ്ടായിരുന്നു. അല്ല ഓക്കെ. അതെന്നെ ചോദിച്ചത്. ബ്രോ ഇടിച്ച് വെള്ളത്തിൽ വീണ് ചത്തു. അപ്പൊ ഈ റൈറ്റിലിരിക്കണം ബ്രോന്റെ സുഹൃത്ത് എങ്ങനെ വന്നു?
അവന് നേരത്തെ റേഡിയോ കോൾ കൊടുത്തു, അവൻ എന്റെ അടുത്തുണ്ടായിരുന്നു. റേഡിയോ കോള് കൊടുത്ത് ബ്രോ ചത്തെന്ന് പറയണത് 10 സെക്കൻഡ് എന്ന് വെച്ചാൽ ഒരു മിനിറ്റിൽ 1 മിനിറ്റ് അല്ല ഒരു അവന്റെ റേഡിയോ കോൾ ഓക്കെ ബ്രോ പറയണേക്ക് 30 സെക്കൻഡിലാണ് ബ്രോ ചത്തത്. ഓക്കെ ചത്തത് 30 സെക്കൻഡിൽ ബ്രോ വീണ് ചത്തു. പക്ഷെ ആ പുള്ളിക്കാരൻ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ബ്രോ എന്തിനാ പിറ്റ് ചെയ്തേ എല്ലാം എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അതെങ്ങനെ മനസ്സിലായി? ഞാൻ റേഡിയോ കോൾ കൊടുക്കുന്നുണ്ടല്ലോ മച്ചാൻ പിറ്റ് ചെയ്തിട്ട്. റേഡിയോ കോൾ അത് കഴിഞ്ഞു. ഓക്കെ അത് കഴിഞ്ഞിട്ട് ബ്രോനെ പൊക്കാൻ വേണ്ടി മാനിയതൊക്കെ ഞാൻ ബ്രോന്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് മച്ചാന്റെ അടുത്ത് ഞാൻ ചോദിച്ചല്ലോ, നമ്മള് മാറി നിന്ന് സംസാരിക്കാൻ മച്ചാന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ. ഇതിപ്പോ പേര് പറയണ വേണ്ടെന്ന് എന്റെ ഇഷ്ടമല്ലേ? ഒരാള് ചോദ്യം മാനിയായിട്ട് പേര് ആണോ? എങ്കിൽ നിനക്ക് മാന്യതയോടെ വണ്ടി നിർത്താൻ പറ്റുമായിരുന്നു നിനക്ക് അവിടെ. നിനക്ക് മാന്യമായിട്ട് കണ്ണെന്നാ തിരിച്ച് നീ ഫാമിലി പറഞ്ഞാ നീ എന്തോ ഇതാക്കുന്ന പറഞ്ഞി. നീ ഇപ്പൊ ഒലത്താതെ ഇത് TV നിനക്ക് ഒലത്താൻ പറ്റും, നീ ഒലത്ത് ഇവിടെ നിന്ന് ചെയ്യും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റും പറഞ്ഞല്ലോ, നീ ചെയ്യിപ്പ കേടാ. നീയൊക്കെ എന്താ വലിയ ആൾക്കാരാ? ഇപ്പൊ നീ കൊന്ന് കത്തിക്കെന്ന് പറഞ്ഞല്ല, പേടിച്ചിട്ടല്ലേ? ഇവന്മാരെ എത്തിയപ്പോ നിന്നെ മുട്ട് പറക്കണ കണ്ടായിരുന്നല്ല ഞാൻ. വലിയ ഗുണം വേണ്ട, അത് സിറ്റിസൺ ആണ് ആരാണെങ്കിലും, മനസ്സിലായില്ലേ? അവന്റെ കോണ ഇറക്കണം അവരിരുന്നിട്ട്. മാന്യതയോടെ നിന്റെ ആ കണ്ണിന് നീ ഇവിടെ തന്നിട്ട് പോയാ മതി. ആ കണ്ണ് ഡ്രോപ്പ് ചെയ്യൂടാ. സെറാക്സ് നീയായിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നീ ഇങ്ങനെയൊക്കെ ചെയ്ത പിന്നെ നമുക്ക് നീ ആ കണ്ണ് ഡ്രോപ്പ് ചെയ്ത് നീ മാന്യതൊന്നും കളിക്കണം. നീ കണ്ണ് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇല്ല മനസ്സിലായി. നീ ഒരു കാര്യം പറയണ്ട, ഇവിടെ സംസാരിച്ചിട്ട് പോയാ മതി. നിന്നോട് എന്താണ് മോഡ ഇറക്കിയത്? നീ ഒന്ന് പറഞ്ഞേ, നിന്നോട് മോഡ ഇറക്കിയത് എന്താന്ന് നീ ഒന്ന് പറഞ്ഞു. എടാ ഫാമിലി പറയണ വേണ്ടെന്നുള്ളത് എന്റെ ഇഷ്ടോടാ, മനസ്സിലായില്ലേ? എന്റെ ഇഷ്ടമാണ്. ഞാൻ എന്താ പറഞ്ഞത്? ഫാമിലി അറിഞ്ഞാ നീ ഫാമിലി അറിഞ്ഞോ ഇല്ല ആരോടാണ് ഞാൻ പറഞ്ഞു എന്റെ തെറ്റെന്റെ ഞാൻ പറഞ്ഞത് അല്ല. ഒരു മിനിറ്റ് ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചിട്ടെ, നിന്റെ ഗണ്ണ് എടുത്ത് തിരിച്ച് അതേമാതിരി കൊണ്ടുവന്ന് നിന്റെ കയ്യിലോട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്ത് തന്നോ? തന്നു. പിന്നെ എന്തിനാണ് നീ കൊന്നത്? അതൊന്ന് പറ. വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തോണ്ടോ? വണ്ടിയും തിരിച്ച് ഞാൻ കൊണ്ടുവന്നില്ലല്ലേ? വെയിറ്റ്, നീ നിന്റെ അവന്റെ വണ്ടി ഒന്ന് എടുത്ത, നീ ഒന്ന് കൊല്ലൊന്നും കൂടി കൊല്ലടാ. ആ വണ്ടി, ആ ഫ്രീ വണ്ടി നീ കൊല്ലൊന്നും കൂടി കൊല്ലടാ നീ. അളി ഇവനോടൊക്കെ മാന്യതൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവനൊക്കെ മറ്റേ മോഡാ. ഇവനൊക്കെ ഇരുന്നിട്ട് വലിയ മാസം ഇറക്കല്ലേ നീ നമ്മളോട് കേട്ടാ. സിറ്റിസൺ ആയാലോടെ നിന്റെ വലിയ മാസം ഒന്നും വേണ്ട, മനസ്സിലായില്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് നീ കൊല്ലണ ടൈമിൽ എന്തെങ്കിലും വിളിച്ചായിരുന്നോ നീ? ഞാൻ എന്തിനു വിളിച്ചു? ഒന്നും പറഞ്ഞില്ലല്ലേ? മച്ചാനെ ഞാൻ വിളിച്ചേ. ഡീസന്റ് ആയിട്ട് ഞാൻ പേര് വിളിക്കുന്നില്ല. മച്ചാനെ എന്ന് വിളിച്ചാ ഞാൻ വിളിച്ചു സംസാരിച്ചേ. TV മെറ്റടിച്ച തീ, ബാക്കിയുള്ള ഗ്യാങ്സ് മെറ്റടിച്ച തീട്ടം. നിന്റെ അച്ഛൻ, നീ ലൈവ് കണ്ട നിന്റെ അച്ഛൻ വെറും കുണ്ണ, മനസ്സിലായില്ലേ? തായോളി നിന്റെ ഇതൊന്നും കേൾക്കണ്ട. നിന്റെ മാസ് കണ്ടിട്ട് ഞാൻ പറഞ്ഞത്. എനിക്ക് വലിയ ഇതൊന്നും ഇല്ല. എനിക്ക് നിന്റെ ഒന്ന് അടിക്കണേ വലിയ ഇതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്യാങ് പറഞ്ഞ നീയൊക്കെ ഇവിടെ നിക്കത്തില്ല എന്ന് പറഞ്ഞു, മനസ്സിലായില്ല? അതുകൊണ്ട് ഇപ്പൊ നീയൊക്കെ പിറക്കണം. ഞാൻ ആ വഴി പോയേനെ മച്ചാൻ. ശരിക്കും ആണ് നീ നോക്കിയോ നീ കിങ്ങിണിന്ന് വിളിച്ചോക്കി വിളിക്കാക്കോ. മെറ്റാന്ന്. പിന്നെ ഞാൻ ലൈവ് ലൊക്കേഷൻ എന്താണ് ഊമ്പാനോ എടുത്തത്. ഇവനൊക്കെ അല്ല നീ സിറ്റിസനോട് നീ ഇങ്ങനെയാണോ നീ പെരുമാറണമെന്ന് പറഞ്ഞു തരുമോ? അച്ഛനെ പ്രോപ്പർ റീസൺ ഇല്ലാതെ ആരും അടിച്ചു ഒന്നും അത്തിക്കത്തില്ലല്ലോ. ഇത് എന്തായിരുന്നു റീസൺ? നീ ഇപ്പൊ പിന്നെ എന്തിനാ സോറി പറഞ്ഞേ? റീസൺ എന്തിനാ? റീസൺ ഇല്ലാണ്ട് നീ എന്തിനാ സോറി പറഞ്ഞേ? മച്ചാൻ വണ്ടി എടുത്തിട്ട് കൈ വെക്കാൻ പറഞ്ഞു, കൈ വെക്കും ഇല്ല. ഗണ്ണേമി എന്നിട്ട് കൈ വെക്കാൻ പറഞ്ഞു, കൈ വെക്കും. ഗണ്ണേം ചെയ്യുമ്പോ എന്തിനു കാണിക്കണം? അതൊന്ന് പറഞ്ഞേ. എടാ ഒരു മിനിറ്റ് ഇടവല്ല. ഗണ്ണേം ചെയ്യുമ്പോ എന്തിനു കാണിക്കണം? പേരല്ല ഫിയർ കാണിക്കണം. ഒരുത്തൻ കണ്ണേം ചെയ്യുമ്പോ ഒരു ഫിയറും കാണിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? ഒരാള് കണ്ണേം ചെയ്യുമ്പോ നീ കുറച്ചു മുമ്പ് ഒരു ഡയലോഗ് അടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊന്നു കത്തിച്ചു. അതും ഫിയർലെസ് ആണ് ബ്രോ. അതും ഫിയർ കാണിക്കാത്ത രീതിയാണ്.
അങ്ങനെ ഓക്കേ, കൊന്നു ഓക്കേ, കത്തിച്ചോന്ന് ഒരിക്കലും സ്വന്തമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം നിനക്ക് നിന്റെ ജീവിതത്തോട് വിലയില്ലാത്തോണ്ടാണ്. അതും നീ പറഞ്ഞ ഈ സെയിം സാധനമാണ്. കൈവെക്കുന്ന മാത്രമല്ല ഈ എന്റെ ഭാഗത്ത് തെറ്റുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. നിന്റെ ഭാഗത്തെ തെറ്റുള്ളൂ, നീ അതാദ്യം മനസ്സിലാക്ക്. നിന്റെ ഭാഗത്തെ തെറ്റുള്ളൂ. പിറ്റേസനാണെങ്കിൽ നീ ഇങ്ങനെ കാണിക്കുന്നത് മനസ്സിലായില്ലേ? ഒരു വണ്ടി ഇടിച്ച് അപ്പൊ തന്നെ വൃത്തി മച്ചാനെ കണ്ടില്ല സോറി ഇങ്ങനെ പോയാ. നീ ഈ സിറ്റിസനോട് നീ ഇങ്ങനെയാണ് മെക്കിട്ട് തരണമെന്ന് പറഞ്ഞു തരുമോ? വിടറാ സ്നേഹിപ്പ വിടറാ ഇവിടെ അവൻ തെറി വിളിച്ചിടാ ആരായിരിക്കും, അതാ കുത്തി. എടാ അവൻ എന്നാലും എന്താടാ അവന് ഗ്യാങ് സിറ്റിസന്റെ അടുത്ത് അവൻ ഇങ്ങനെയാണ് സംസാരിക്കണത്. ആരെയാ സ്നേഹിപ്പ? ഇത് ഞാനുണ്ടല്ലോ അളിയാ, ഞാൻ മറ്റേ പുറത്ത് നോക്കിയപ്പോ ഞാൻ ആദ്യം കാണുന്ന മറ്റേ തെറി വിളിക്കുന്നതാണ്. അപ്പൊ തന്നെ സിറ്റി കയറിയപ്പോ വലിയ പറഞ്ഞു വലിയ ഇവിടെ ഉണ്ട്, ഇവിടെ വരാൻ പറഞ്ഞു. ഞാനേ ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്തായിരുന്നു. അവൻ പറഞ്ഞു ലൈവ് ലൊക്കേഷൻ അയച്ചപ്പോ അവൻ ഇതുവഴി വന്നെന്ന് പറഞ്ഞു. ഞാൻ മറ്റേ ഇത് കണ്ടിട്ടാണല്ലോ വരുന്നേ തെറി വിളിക്കുന്നത്. ഞാൻ അവന്മാരോട് ഞാൻ തെറിയാണെങ്കിൽ തെറി വിളിച്ചട്ടെ ഒന്നും പരിപാടിയുള്ളെന്ന് പറഞ്ഞു വന്നപ്പോ ഞാൻ അവിടെ തീർന്നു. മൊബൈൽ ഞാൻ ചെന്ന് ഇടിച്ച കയറ്റി. സോറി ബ്രോ വല്ലതും പറ്റിയാന്ന് വെച്ചാൽ